കഴിഞ്ഞ് എന്റെ കല്യാണമുള്ളൂ, എനിക്ക് സെറ്റിൽ ആവണമെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞു. ഒരു എപ്പിസോഡിലും എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് സെറ്റിൽ ആവാൻ 2.5 വർഷം വേണ്ടി വരും. അതിനു മുന്നേ പുള്ളി എണീറ്റ് പോയി. അതിന്റെ തെറ്റാണോ? തെറ്റാണോ? അല്ല 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 അനുമോളുടെ തെറ്റല്ല, ഇതെല്ലാം നമ്മൾ പ്രേക്ഷകരുടെ തെറ്റാണ്. അനുമോളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, വിന്നർ ആവാനുള്ള ക്വാളിറ്റി അനുമോൾ അവിടെ കാണിച്ചിട്ടുള്ള ഗെയിമിലുണ്ടോ എന്നുള്ളതല്ലാതെ ഒരു എന്താ പറയുക, ഒരു വ്യക്തിത്വപരമായി എടുത്ത് നോക്കുമ്പോൾ അവിടെ ഒന്നും തന്നെ ഇപ്പം അനുമോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഈ എന്തൊക്കെയാണ് ഈ വിളിച്ചു വാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനീഷ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? അതിനർത്ഥം എനിക്ക് ഇഷ്ടമാണ് എന്ന് തന്നെയല്ലേ? എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പച്ച കള്ളത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി പച്ച കള്ളത്തരം അത് ആൾക്കാർക്ക് കേട്ടിരിക്കുന്നവർക്കും അറിയാം. പക്ഷെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് തിരിച്ച് മറച്ചു വിടുന്ന ഒരു രീതി എന്തായാലും കൊള്ളാം. സംഭവം ഞാൻ എന്താണെന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം, നിങ്ങൾ കേൾക്കണം, കേൾക്കാതിരിക്കല്ലേ. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്, കാരണം ഇത് കുറേ പേര് ഈ വീഡിയോ കാണണം. സംഭവം നമ്മുടെ അനിമോള്, നമ്മുടെ വിന്നർ അനിമോള് ദുബായിൽ എന്താണ് ഈ പറയുന്ന പോലെ ഇനാഗ്രേഷന് പോയപ്പോഴത്തേക്കും അവിടെ കുറേ ഓഡിയൻസ്, മലയാളി ഓഡിയൻസ് ഇരിപ്പുണ്ട്. അവർ ചോദിച്ചാണ് അനീഷ് ചേട്ടനെ തേച്ചോ എന്ന് ചോദിക്കുമ്പം അനുമോള് പറയുന്ന മറുപടിയാണ്. നമുക്കതൊന്ന് കേട്ട് നോക്കാമേ. അനീഷ് ചേട്ടനെ തേച്ചോ എന്ന് ചോദിക്കുമ്പോ സ്റ്റാർ മാജിക് കണ്ടിട്ടായിരിക്കും എന്റെയും തങ്കച്ചന്റെയും കോംബോ. അപ്പൊ കണ്ടുള്ളതല്ലേ? അപ്പൊ ഞാനും തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ബ്രദർ ഒരു ബോണ്ടാണ്. പിന്നെ നമ്മുടെ അനീഷേട്ടൻ തന്നെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് അനീഷന്റെ അനിയത്തി കുട്ടിയാണ് അനുമോൾ എന്ന്. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ അനീഷ് ചേട്ടനെ തേച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ അനുമോള് പിടിച്ചിടുന്നത് പാവപ്പെട്ട തങ്കച്ചനെയാണ്. തങ്കച്ചനും അനുമോളും കൂടി ഈ പറയുന്ന സ്റ്റാർ മാജിക്കിനകത്ത് കാണിച്ചത് അത് പക്ക ലവ് കോംബോയാണ്. ഈ ലവ് കോംബോ നമ്മളെ കാണിച്ച് നമുക്ക് മനസ്സിലാവും ഇവർ കല്യാണം കഴിക്കാനൊന്നും വേണ്ടിയിട്ടൊന്നും അല്ല കാണിക്കുന്നത്. ഈ പറയുന്ന പോലെ ലവ് കോംബോ കണ്ട് പ്രേക്ഷകർ കുറച്ച് എൻജോയ് ചെയ്യാനും പരിപാടീസിനും ഒക്കെ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. സ്റ്റാർ മാജിക് ആണോ ബിഗ് ബോസ്? സ്റ്റാർ മാജിക് അതൊരു കോമഡി പ്രോഗ്രാമാണ്, ഒരു ഫൺ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സ്റ്റാർ മാജിക്. ഈ സ്റ്റാർ മാജിക്കിനകത്ത് നിങ്ങൾ കാണിച്ച ലവ് കോംബോ ഫേക്ക് ആണെന്നും അത് എന്താ പറയുക ഒരു പ്രേക്ഷകർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് കാണിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നമുക്ക് ഉണ്ട്. പക്ഷേ ബിഗ് ബോസിനകത്ത് വന്ന് അനീഷാണ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അതുവരെ നമ്മൾ ഒരു കാര്യവും പറയുന്നില്ല. അനുമോൾ അയ്യോ ഏയ്യോ കൊത്തിവെച്ച ശീലയെ ഓ ആ പാട്ടൊക്കെ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്, പ്രേമവതി ദി ഇങ്ങനെ ഇരുന്നുണ്ട്. എന്നിട്ട് പറ അനുമോളെ. അപ്പൊ അനുമോള് എപ്പിസോഡിനകത്ത് വളരെ വ്യക്തമായിട്ട് അനുമോള് പറയുന്ന കുറച്ച് കാര്യമുണ്ട്. പക്ഷെ ആദ്യം അനുമോള് എന്താണ് അനീഷ് പ്രപ്പോസ് ചെയ്തപ്പോൾ പറഞ്ഞത് എന്ന് പ്രേക്ഷകരുടെ അടുത്ത് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അനീഷനാണ് എൻ്റെ അടുത്ത് ഇഷ്ടം ഉണ്ടെന്ന് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത്. അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷിനോട് പറഞ്ഞിട്ടില്ല. എന്ത് പച്ച കള്ളമാണ് പറയുന്നത്? ഇഷ്ടമില്ല എന്ന് അനീഷ് ചേട്ടനോട് പറഞ്ഞില്ല. ദാറ്റ് മീൻസ് അതിനർത്ഥം എനിക്ക് ഇപ്പോഴും ഇഷ്ടമുണ്ട് എന്ന് തന്നെയല്ലേ? അനീഷിന്റെ അടുത്ത് ആയിരിക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കി ആ വീട്ടിലുള്ള സകലമായ ആൾക്കാരുടെ അടുത്തും ഇല്ല എന്റെ ചേട്ടനെ പോലെയാണ്, എന്റെ സഹോദരനെ പോലെയാണ്. രഞ്ജിത്ത് മുൻഷി വന്ന് ചോദിക്കുന്നുണ്ട് ഈ കാര്യം. പുറത്തിറങ്ങുമ്പോൾ മാറുമോ? അതങ്ങനെ പുറത്തിറങ്ങുമ്പോൾ അനീഷിന്റെ അച്ഛനായിട്ട് കാണാൻ പറ്റുമോ? മറന്നിട്ടില്ല അനുമോളെ നമ്മളാരും. ബിഗ് ബോസിനകത്ത് നിങ്ങളുടെ ഗെയിമിനെ കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. പുറത്തിറങ്ങി നിങ്ങൾ പറയുന്ന വെടിത്തരങ്ങൾക്കും പച്ച കള്ളത്തരവും ചോദിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ചോദിക്കും, ഇനിയും ചോദിക്കും. ഞാൻ അനീഷത്ത് പറഞ്ഞത് എന്റെ 2 വർഷം കഴിഞ്ഞ് എന്റെ കല്യാണമുള്ളൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. ചേട്ടാ മുങ്ങിയോ? എന്റെ മുന്നേ ഭൂലോക കള്ളത്തരം. 2 വർഷം കഴിഞ്ഞ് എന്റെ കല്യാണത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. ഒരാൾ വന്നിട്ട് നമുക്ക് കല്യാണം കഴിച്ചാലോ അനുമോളെ, നമുക്ക് ഇഷ്ടമാണോ പറ, എന്നെ ഇഷ്ടമാണോ? അയ്യോ അത് എനിക്കിനി ഒത്തിരി കടമുണ്ട്, 2 വർഷം കഴിഞ്ഞേ ഉള്ളൂ, 2 വർഷം കഴിഞ്ഞ് ഇനി ഞാൻ എല്ലാം കൂടെ കഴിഞ്ഞ് എല്ലാം തീരുമാനിക്കത്തുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ അന്നേരം അത് കാണുന്ന ഓഡിയൻസ് എന്ത് വിചാരിക്കും? അപ്പൊ അനുമോക്ക് എന്തോ ഒരു ഇഷ്ടമുണ്ട്, പക്ഷേ 2 വർഷത്തെ സമയമാണ് ചോദിക്കുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും തന്നല്ലോ. ഇതുവരെ കഥ കറക്റ്റാണ്. പക്ഷേ അതിനുശേഷം എന്താ നടന്നത്? ഈ അനുമോള് നേരെ പോയി ആദിലയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ആദില, നിനക്ക് പുള്ളി ഇഷ്ടമാണ്? അയ്യോ എനിക്കിഷ്ടമല്ല, ഞാൻ അങ്ങനെയല്ല കണ്ടിട്ടുള്ളത്, ഞാൻ സഹോദരനെ പോലെയാണ് കണ്ടിട്ടുള്ളത്, സഹോദരൻ, എന്റെ സഹോദരൻ. അപ്പൊ പിന്നെ എന്താണ് ഈ അനുമോള് പറയുന്നു? 2 വർഷം സമയം വേണോ എന്നാണ് ഞാൻ പറഞ്ഞത്. അതേസമയം ഇതേ അനുമോള് വീടിനകത്തുനിന്ന് ആദിലയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്
എനിക്ക് സഹോദരനായിട്ടാണ് കാണുന്നത്. നൂറയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. രഞ്ജിത്ത് മുൻഷി റീ എൻട്രിക്ക് വന്നപ്പോൾ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ ഈ പറയുന്ന സഹോദരനെ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ലെവലിൽ കാണുമോ അനുമോളെ എന്ന് നോക്കുമ്പോൾ പിന്നെ അച്ഛനായിട്ട് കാണാൻ പറ്റുമോ? സഹോദരൻ തന്നെ എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ അരിയാഹാരം തിന്നുന്ന മനുഷ്യർ ഇതെല്ലാം കണ്ടോണ്ട് തന്നെയാണ് ഇരുന്നത്. അന്ന് കണ്ടത് ബിഗ് ബോസ്, ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്യുന്ന നിങ്ങളുടെ വ്യക്തിത്വം. അത്രേ ഉള്ളൂ. അയാളെ തന്നെ ആകെ ഭ്രാന്ത് പിടിച്ചു. കാരണം അയാളെ മാനിപ്പുലേറ്റ് ചെയ്ത് വിട്ടു. നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞോ? ഇല്ല. ശരിക്കും പ്രത്യക്ഷത്തിൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ഇപ്പൊ ഞാൻ പറയാണ്, നീ ചെയ്ത കാര്യം ശരിയാണെന്ന് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അത് തെറ്റല്ല എന്നാണല്ലോ അതിനർത്ഥം തന്നല്ലോ. നീ ചെയ്ത കാര്യം തെറ്റാണ് എന്ന് ഞാൻ പറയണെങ്കിൽ എന്താണ് അതിനർത്ഥം? അത് ശരിയല്ല. അങ്ങനെ അപ്പൊ അനുമോൾ അതേപോലെയാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അനീഷിന്റെ അടുത്ത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ദാറ്റ് മീൻസ് എന്താ അതിന്റെ അർത്ഥം? അപ്പൊ അതായത് എനിക്ക് ഇഷ്ടമുണ്ട്. ഞാൻ 2.5 വർഷം സമയമല്ലേ ചോദിച്ചത്? അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് പോയത് എന്റെ തെറ്റാണോ? എന്തോന്നാണ് അനുമോളെ നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് സംസാരിക്കാനല്ല, നിങ്ങൾ ആ ചോദ്യം സ്കിപ്പ് ചെയ്തങ്ങ് പോവാത്ത എന്താ? അപ്പൊ ഞാൻ പറഞ്ഞത് 2 വർഷം കഴിഞ്ഞ് എന്റെ കല്യാണം ഉള്ളൂ, എനിക്ക് സെറ്റിൽ ആവണമെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞു. ഒരു എപ്പിസോഡിലും എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു എപ്പിസോഡിൽ ഇഷ്ടമില്ല എന്ന് പറഞ്ഞില്ല. ഒരു ലൈവ് നിറച്ച് 24/7 ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും ഷാനവാസിന്റെ അടുത്തും അക്ബറിന്റെ അടുത്തും ഒക്കെ നെവിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് സഹോദരൻ. അതെ, എപ്പിസോഡിൽ പറഞ്ഞിട്ടില്ല, ലൈവിലേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. കൊള്ളാം. എനിക്ക് സെറ്റിൽ ആവാൻ 2.5 വർഷം വേണ്ടി വരും. അതിനു മുന്നേ പുള്ളി എണീറ്റ് പോയി. അതിന്റെ തെറ്റാണോ? എന്റെ പൊന്നെ, 2.5 വർഷം എനിക്ക് സെറ്റിൽ ആവാൻ സമയം വേണം, അതിനുശേഷം ആലോചിക്കാന്നാണ് പറഞ്ഞതെന്നുള്ള ലെവലിലാണ് മാനിപ്പുലേറ്റ് ചെയ്ത് വിടുന്നത്. അത് എന്റെ തെറ്റാണോ? ഇല്ല അനുമോളെ, നമ്മളെ തെറ്റാണ്. ഇതെല്ലാം കണ്ടോണ്ട് നിന്ന് നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അവിടെ വ്യക്തമാക്കിയത് കണ്ടോണ്ടിരുന്ന നമ്മുടെ തെറ്റായിരുന്നു ഇതെല്ലാം കേട്ടോണ്ടിരുന്നത്. കൊള്ളാം. അയ്യോ, അത് തേപ്പല്ല. ഞാൻ പറയുന്നത് ഈ അനുമോൾ അനീഷിനെ പ്രണയിക്കണമെന്നോ റിജക്ട് ചെയ്യണമെന്നോ അക്സെപ്റ്റ് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്ന ഒരു നിലപാട്, അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, അതിൽ ഉറച്ചു നിൽക്കണ്ടേ? അന്ന് നിങ്ങൾ പറഞ്ഞു എനിക്ക് അനീഷ് ചേട്ടൻ്റെ അടുത്ത് ഒരു ബ്രദറിനെ പോലെയാണ്. ഇന്ന് അനീഷ് ചേട്ടനെ തേച്ചോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് എങ്ങനെ റിപ്ലൈ കൊടുക്കാം? അനീഷ് ചേട്ടൻ എനിക്ക് സഹോദരനെ പോലെയാണ്, അതല്ല എനിക്ക് വേറെ കാണാൻ പറ്റത്തില്ല. ഇത് തന്നെയാണ് ഞാൻ ഹൗസിനകത്ത് വെച്ച് വ്യക്തമാക്കിയത്. 2.5 വർഷം കഴിഞ്ഞ് എൻ്റെ കല്യാണം ഉണ്ടായിരുന്നാലും അനീഷ് ചേട്ടനെ ഞാൻ സഹോദരനെ പോലെയാണ് കാണുന്നത് എന്ന് അനുമോൾക്ക് അന്ന് അവിടെ പറയായിരുന്നു. അന്ന് അത് പറഞ്ഞില്ല, പോട്ടെ. ഇന്നിപ്പോൾ അനുമോൾ പറഞ്ഞത് ഞാൻ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് പ്രേക്ഷകരെ നിങ്ങൾ വെയിറ്റ് ചെയ്യ് എന്നാണ് പറഞ്ഞത്. അനുമോൾ ഇതിന് ഉത്തരം പറയും. കഷ്ടം. ഒരാളെ ലൈഫ് വെച്ചിരുന്ന് വലിച്ചിരുന്ന് കീറുന്ന വളരെ മോശമാണ്. ഇനി വാച്ചും ഫോണും പ്രഷർ കുക്കറിൻ്റെയും കഥയാണ്. ഞാൻ പറയാൻ വന്ന സംഭവം ഇത്രയേ ഉള്ളൂ. എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഞാൻ പറയുന്ന ഒരു കാര്യം, എൻ്റെ പൊന്നു പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ബിഗ് ബോസ് കഴിഞ്ഞു, ബിഗ് ബോസിനകത്തുള്ള വിഷയങ്ങളും കഴിഞ്ഞു. പക്ഷേ പുറത്ത് വന്നുകൊണ്ട് ബിഗ് ബോസിനകത്ത് അനുമോൾ കാണിച്ചൊക്കെ ഗെയിം പുറത്ത് വന്നത് ഇതിനെ എന്തിനാണ് ഈ മാനിപ്പുലേറ്റ് ചെയ്ത് തല കുത്തി മറിച്ച് ദോശ പ്ലേറ്റ് മറക്കി ഇടുന്നത്? അപ്പൊ അതിനെക്കുറിച്ച് ആൾക്കാർ ചോദിക്കുമ്പോൾ ഇനിയെങ്കിലും ഈ കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, പ്രേക്ഷകരെ ബിഗ് ബോസിനകത്തുള്ളത് വേറെ, പുറത്തിറങ്ങി നമ്മൾ റിയാക്ട് ചെയ്യുന്നത് വേറെ. ഇപ്പോൾ കുറേ പേര് ചോദിക്കും, അന്ന് നീ അനുമോളുടെ ഗെയിം അക്സെപ്റ്റ് ചെയ്ത ആളല്ലേ? ഗെയിമിനെ ഗെയിമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. പുറത്തിറങ്ങിയവർ കാണിക്കുന്ന സകലമാന നിലപാടില്ലായ്മകൾക്കും കൂട്ടിക്കാനൊന്നും പറ്റത്തില്ല. ഈ കാണിച്ച എന്തുവാണ്? അതിനകത്ത് പറഞ്ഞത് ഇപ്പോൾ വന്ന് വളച്ചൊടിച്ചാണ് പറയുന്നത്. ഈ ഒറ്റ കാര്യമില്ല, പല കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. എന്തോരം വീഡിയോസ് ഇട്ട് ഞാൻ അനുമോളുടെ കേസ് ഇങ്ങനെയാണ്, ഒരു ഗെയിം. ഇപ്പോഴാണ് ശരിക്കും ഇതെല്ലാം ഗെയിം ആയത്. ഇപ്പോഴാണ് ഗെയിം കളിക്കുന്നത് വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട്. കൊള്ളാം. നിലപാടുകളുടെ രാജകുമാരി, സ്വാഗതം. പ്രേക്ഷകർ ഇനിയെങ്കിലും കണ്ണ് തുറക്കൂ. ഇനി ഇതിന്റെ താഴെയും കുറേ തെറിവിളി വരുമായിരിക്കും, വന്നോട്ടെ, അവിടെ കിടന്ന് അലച്ചോളൂ. ഞാൻ എൻ്റെ പണികൾ തുടരും. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.